ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പേരെല്ലാം അടിച്ച് ലൈറ്റ് വർക്ക് ഇത് പ്രസാദിൽ നിന്ന് ചെയ്തായിരുന്നു. പിന്നെ ഡിസൈനൊക്കെ അടിച്ച് ഇറക്കണമെന്ന്. നമ്മൾ വെള്ളത്തനാണ് ഇറക്കുന്നത്, അല്ലാതെ കളറൊന്നും അടിക്കുന്നില്ല. കളർ അടിക്കാനുള്ള കാശൊന്നും നമ്മുടെ കയ്യിൽ അത്ര ഇല്ല. അതുകൊണ്ട് നമ്മൾ സാധാ രീതിയിൽ പണിഞ്ഞിറക്കിയേക്കുവാണ്. നമ്മളിന്ന് ആ വണ്ടി എടുക്കാൻ വന്നതാണ്. അപ്പം നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവാം. ഗൈസ്, അപ്പം എൻ്റെ ഈ പുറകിൽ കാണുന്ന വർക്ക്ഷോപ്പിലല്ലായിരുന്നു നമ്മൾ കൊടുത്തത്. അവിടുത്തെ ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് നമുക്ക് ഇന്ന് ലൊക്കേഷൻ ഇട്ട് തന്നതാണ്. അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ അവിടെ കിടപ്പുണ്ട് ഗൈസ്. വിഷയമായിട്ടുണ്ട് ഗൈസ്. വാ, നമ്മുടെ പേര് ഇതാണ് വരുന്നത്, പ്രഡേറ്റർ. അപ്പം കണ്ടോളൂ എല്ലാവരും. ദ വൈൽഡ് ബോൺ എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. എഡിഷൻ നെയിം വേട്ടക്കാരൻ. അപ്പം നമ്മുടെ എല്ലാ വണ്ടികളും പ്രഡേറ്റർ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇനി ഇറങ്ങാൻ പോകുന്ന വണ്ടികൾ. നമുക്ക് നിങ്ങൾ സഹായിച്ച് പുതിയ വണ്ടികളൊക്കെ എടുക്കാൻ ഉള്ള ഇത് വരട്ടെ എന്ന് ഞാൻ അപ്പം ഗൈസ് ഒന്നും പറയാനില്ല. വണ്ടി കണ്ടതിൻ്റെ സന്തോഷമാണ് ഗൈസ്. അപ്പം KL 30 777 ആണ്, 777 ആണ്, ഫാൻസി നമ്പറാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ വന്ന് ദ വൈൽഡ് ബോണ്. പിന്നെ നമുക്കിനി സൈഡിലോട്ട് പോകും. നമുക്കപ്പം ഈ സൈഡിൽ വന്നുകൊണ്ട് പ്രഡേറ്റർ ട്രാവൽ ഹബ്ബ് എന്നാണ് നമ്മുടെ ഗ്യാരേജിൻ്റെ പേര് ഇനിയും വരാൻ പോകുന്നത്. നമ്മളപ്പോൾ ഒരു വീടും ഗ്യാരേജും കൂടെ ഉള്ള ഒരിതെടുത്തിട്ടുണ്ട്. സ്ഥലം മേടിച്ച് നമ്മളവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി വന്ന് വേണ്ട കണ്ടോ, എന്തോ ലുക്കാ ഗൈസ്. ഇതാണ് പ്രഡേറ്ററിൻ്റെ വേട്ടക്കാരൻ്റെ ഒരു തീമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കിട്ടിലമാക്കിയിട്ടുണ്ട് ഗൈസ്, കിട്ടില, ഒന്നും പറയാനില്ല. വേട്ടക്കാരൻ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഏണി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ സമയത്ത്, ഈ ഏണി. അപ്പം അതിപ്പം ഇവിടുത്തെ മുതലാളി ചായ കുടിക്കാൻ അങ്ങോട്ട് പോയേക്കുവാണ്. അതങ്ങേരി വന്നിട്ട് കൊണ്ടുതരും ഗൈസ്. ഒപ്പം വേണ്ടി ഇവിടുത്തെ ഒരു ഡിസൈൻ കണ്ടോ ഗൈസ്, അതിനും കിടിലമായിട്ടുണ്ട്. ഡ്രാഗൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്, ഡ്രാഗൻ. ഇവിടെയും നമ്മുടെ പ്രഡേറ്റർ ട്രാവൽ ഹബ്ബ് എന്ന് എഴുതിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഓഫാക്കിയിട്ടേക്കാണ്. നമുക്കിനിയും കയറി സ്റ്റാർട്ടാക്കണം. പുള്ളി വരുമ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പുള്ളിയുടെ കയ്യിലാണ് താക്കോല്. പിന്നെ കിടിലമായിട്ടാണ് പേര് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ കൊടുത്ത ഡിസൈനാണ്. ഇതും നമ്മൾ കൊടുത്ത ഡിസൈനാണ്. ഇനി ഈ സംഭവം പുറകിൽ കൊടുത്തേക്കുന്ന പ്രഡേറ്ററിൻ്റെ ഇതും പുള്ളിയുടെ ഇഷ്ടപ്രകാരം വെച്ചതാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കിടിലമായിട്ടുണ്ട് ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പം പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് വന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ കൊണ്ട് വിട്ടതാണ്. കൂട്ടുകാരൻ എന്നിട്ടങ്ങ് പോയി. നമ്മൾ ബസ്സുമായിട്ട് ചെല്ലാനെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി. അപ്പം നമുക്ക് പുള്ളിക്കാരൻ വന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ പുള്ളി വന്ന് താക്കോല് തന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോയി. നമ്മൾ പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ വഴി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അങ്ങ് പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഉച്ചയായി വീട്ടിൽ ചെന്ന് ചോറ് കഴിക്കാൻ പോയതാണ്. അതുകൊണ്ട് നമ്മൾ ചോറ് കഴിക്കുന്ന ഇതായതുകൊണ്ടാണ് നമ്മൾ നിർത്താഞ്ഞത്. വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം കിടിലമായിട്ടാണ് ചെയ്ത് തന്നേക്കുന്നത്. നമ്മൾ ഡോറൊക്കെ തുറന്ന് നോക്കി ഗൈസ്. അപ്പം നമുക്കിനിയും നമ്മുടെ ഗ്യാരേജിലോട്ട് പോകണം. അപ്പം നമുക്കിവിടുന്ന് വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങ് പോവാം. നമ്മുടെ വണ്ടി സെഡസ്ത്ര 45 സീറ്റ് ആണ് വരുന്നത്. അപ്പം നമ്മുടെ വണ്ടി എല്ലാവരും ഓട്ടം വിളിച്ച് സഹായിക്കേണ്ടതാണ്. നമ്മുടെ ഇൻസ്റ്റ ID നമുക്ക് താഴെ കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. ചേസ് എടുക്കുന്ന വീഡിയോകൾ അതെല്ലാം ഉണ്ട്. എല്ലാവരും അതൊന്ന് കാണേണ്ടതാണ്. ഇത് കാണാത്തവർ പോയി കാണുക. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടി എടുത്തു ഗൈസ്. ലൈറ്റൊക്കെ ഇടുക. ഗൈസ്, അപ്പം പുള്ളിക്കാരൻ വന്ന് ആ ലാഡർ വെച്ച് തന്നായിരുന്നു.
പിന്നെ നമ്മുടെ നെയിം ബോർഡിലെ ലൈറ്റ് കണ്ടോ ഗൈസ്, ചുമലയും വെള്ളം മാത്രമേ ഉള്ളൂ, അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഒത്തിരി ആഡംബരമായി കഴിഞ്ഞാൽ പോലീസ് എപ്പോഴാണ് പൊക്കുന്നതെന്നൊന്നും പറയാനൊക്കത്തില്ല. പിന്നെ ഇതിലെല്ലാം ലൈറ്റ് ഉണ്ട്, നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പരുവാവും. അപ്പം നമുക്ക് നേരെ പോവാം, ലൈറ്റെല്ലാം ഓഫാക്കിയിടാം. ഇപ്പോൾ ഇവിടെ എന്തുവാണെന്നറിയത്തില്ല, ഒരു പെട്ടി ഓട്ടോക്കാരൻ വന്നിടിച്ച് സൈഡ് ചെയ്താണ്ട് കിടക്കുന്നു തന്നെ. എനിക്കറിയത്തില്ല എന്തുവാന്ന്, വേറെ ഒരു വണ്ടിയും ഇല്ല ഗൈസ്, അവൻ മാത്രമേ ഉള്ളൂ. നമുക്കിവിടുന്ന് നേരെ റൈറ്റാണ് പോകേണ്ടത്. നമ്മളപ്പോൾ വീശി അങ്ങ് എടുത്തിട്ടുണ്ട് നമ്മുടെ പുതിയ വണ്ടിയുമായിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കൊക്കെ കാണാൻ എന്നെ രസമാണ് ഗൈസ്. നമ്മുടെ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇതിലും നല്ല വീഡിയോകളുമായിട്ട് വരുന്നതാണ് ഇനിയും ദിവസങ്ങളിൽ. ഇനിയും പുതിയ വണ്ടിയുമായിട്ടുള്ള ഓട്ടങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി. ഇതിൻ്റെ ഓട്ടം കിട്ടുന്നതിൻ്റെ ഒരു ഇത് വെച്ച് നമുക്കിനിയും വേറെ വണ്ടികളും എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു ഇതായിട്ട് വരണമെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ട്രെയിനൊക്കെ പോകുന്നു. ഓക്കെ, സൈഡ് പിടിച്ചൊന്ന് പോവാം. പിന്നെ നമ്മുടെ പഴയ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കാണുക. ഗൈസ് എനിക്ക് വഴി തെറ്റി ഗൈസ്, നിങ്ങളോട് കാര്യം പറഞ്ഞുകൊണ്ട് വഴി തെറ്റി. ഇത് വൺ വേ ആണ്, നമുക്കെന്തായാലും അവിടുന്ന് കയറാം. പിന്നൊന്നും പറയാനില്ല, ഇനി നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ. ഗൈസ് അപ്പം നമ്മൾ വണ്ടി ഓടിച്ച് വന്ന് രാത്രിയായി. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തെത്താറായി എന്ന് പറയാം. എന്നാലും ഇച്ചിരി താഴെയാണ് നമ്മളെത്തിയത്. ഇനി നമ്മുടെ വീട് വരുന്നത് ഒരു ചുരത്തിൻ്റെ അവിടെയാണ്. ഈ ചുരം കയറി മേളിൽ ചെല്ലണം. ഇങ്ങോട്ടാണ് നല്ല സുഖം, ഇറങ്ങി പോരും വണ്ടി. അങ്ങോട്ടാണ് ഭയങ്കര പാട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് കയറി പോകണം. കൊണ്ടുവന്ന് കയറ്റിയവൻ. ഇവന്മാർക്കൊന്നും നോട്ടമൊന്നുമില്ല ഗൈസ്, കൊണ്ടുവന്നെങ്കിൽ കയറ്റുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും പോവാം. അവനെ വിട്ടിട്ടുണ്ട് നമ്മൾ. നമ്മുടെ പുതിയ വണ്ടിയാ നശിപ്പിക്കാൻ ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിരുന്നു അവിടെ ഇരുന്നേന്. ഇവന്മാർക്കൊന്നും ഒരു നോട്ടവും ഒന്നുമില്ല. അവന്മാർ വണ്ടി ഇങ്ങനെ വെറുതെ കൊണ്ട് നടക്കുക. നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഗ്യാരേജ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇച്ചിരി പെയിൻ്റ് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും എനിക്ക് അതല്ല വിഷമം, പുതിയ വണ്ടി അങ്ങോട്ട് പെയിൻ്റ് അടിച്ച് ഇറക്കിയപ്പോൾ തന്നെ ഒരുത്തം കൊണ്ടുവന്ന് ലോറിക്കാരൻ കയറ്റി പുല്ലനൊക്കെ. അവൻ്റെ കാര്യം വിട്ടേക്കാം. ഗൈസ് അപ്പം നമ്മൾ പറഞ്ഞു വന്നേ ഭയങ്കര വളവുകളാണ് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ. ചുരമല്ലേ, അതാണ് വൻ വളവുകളാണ്. അത് നോക്കിയാൽ കയറാൻ പറ്റത്തുള്ളൂ, പെട്ടുപോകും. നോ ഗൈസ്, അവന് നമ്മളായിരുന്നു അങ്ങോട്ട് തട്ടിയത് കേട്ടോ. നമുക്കങ്ങ് പോവാം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ. ഗൈസ് അപ്പം പുതിയ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ 2 ഇടി ഇടിച്ച്. വർക്ക്ഷോപ്പിലോട്ട് നമുക്ക് ഇനിയും നമ്മുടെ സുരേഷ് ചേട്ടനെ വിളിക്കണം. പുള്ളി വന്നിട്ട് വേണം വണ്ടി കുറച്ച് പാച്ച് വർക്ക് ചെയ്യാൻ, എന്നിട്ട് ഇനി ഓട്ടത്തിന് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ചെറിയ പാച്ച് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ വലിയ കാര്യമാക്കുന്നില്ല. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം. ഇപ്പം അവിടെ വണ്ടിയുടെ ലൈറ്റ് നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ വളവായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക്
ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തൂടെ വണ്ടി ഓടിക്കുന്നത്. പുതിയ വീട് എടുത്തതല്ലേ, അപ്പം പരിചയമില്ലാത്ത റോഡൊക്കെയാണ്. നമ്മളൊരിതായി കഴിയുമ്പം നമുക്കിവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല ഗൈസ്, ഒന്നും നടക്കത്തില്ല. ഇപ്പം നമുക്ക് നേരെ ഇവിടുന്ന് വണ്ടിയും കൊണ്ട് വീട്ടിലോട്ട് ഇപ്പം ഇനിയും ഒരു 2-3 വളവുണ്ടെന്ന് തോന്നുന്നു. അത് 2 വളവേ ഉള്ളൂ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മൾ ഒരു ഊഹം വെച്ചാണ് പോകുന്നത്. നമ്മുടെ വീട് ഇവിടെ ഗൈസ് ഇനിയും ഒരു വളവും കൂടെ എങ്ങാണ്ടേ ഉള്ളു. ഇവിടെ ഭയങ്കര മെനയായി ഇവന്മാര്, എന്തോ പറയാനാ ഗൈസ്, എന്തോ ചെയ്യും. അപ്പം നമ്മുടെ വണ്ടി വേണ്ട കിടക്കുമ്പോൾ നമുക്ക് 2 ഫോട്ടോ ഒന്ന് കാച്ച് ചെയ്യാൽ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു എണ്ണം എടുക്കാം, ഈ സൈഡിൽ നിന്ന് പറഞ്ഞാൽ കാച്ചാം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ഫോട്ടോ എടുത്തു. നമുക്കപ്പോൾ കുരുക്കി ഇറങ്ങണമല്ലോ ഗൈസ്, വൻ മെനയായിട്ടിരിക്കുക. ഗൈസ് അപ്പം നമുക്ക് ഈ കുരുക്കിന്ന് ഇറങ്ങിയിട്ട് കാണാം. ഗൈസ് അപ്പം നമ്മൾ വണ്ടി തെള്ളി നമ്മൾ ആ റോഡിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളും പിന്നെ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടെ ആ സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടുന്ന് ഇനി പോയേക്കാം. അപ്പോൾ ഇടിക്കാതെ വരയ്ക്കാതെയും കൊണ്ടുപോകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുത്തൻ എന്തായാലും കൊണ്ട് കയറ്റിയപ്പോൾ തൊട്ട് അതങ്ങ് പോയി ഗൈസ്. അപ്പം നമ്മുടെ വീട് കണ്ടി ഇവിടാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് അടിച്ച് കയറുകയാണ് വീട്ടിലോട്ട്. ഗൈസ് അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഇതാ നമ്മുടെ സ്വന്തം പുതിയ ചെക്കൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ വണ്ടി ഫ്രണ്ടിൽ തന്നെ ഇടാം വീടിൻ്റെ, എന്നിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോകാം. ബാക്കിലാണ് ഗ്യാരേജ് വരുന്നത്. ഗൈസ് ആ ഫ്രണ്ട് ഇച്ചിരി ചളങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പുതിയ വണ്ടി 2-3 ഇടി ഇടിച്ച്, ഒരു ഇടി നമ്മൾ ഇടിച്ചതാ, ബാക്കി 2 ഇടി അവന്മാരിടിച്ചതാണ്. അപ്പം നമുക്ക് വണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങാം. 4 ഇൻഡിക്കേറ്ററും കൂടെ ഇട്ടിട്ട് ഇറങ്ങാം. അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആണ് നമ്മുടെ ചെക്കൻ വന്നിട്ട്. അപ്പം നമുക്കെന്തായാലും ചെക്കൻ്റെ 2-3 റീലും കൂടെ എടുക്കണം. ഈ കവിള് ഇങ്ങനെ ആയി കിടക്കുന്നതുകൊണ്ട് റീലെടുക്കുമ്പോൾ വൃത്തികേടാണ്. അപ്പോൾ റീലെന്തായാലും ഇന്ന് നടക്കത്തില്ല, നാളെ എടുത്തിടണം. നാളെ സുരേഷനെ വിളിച്ച് വരുത്തണം. വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, അവിടെ മാത്രം. വണ്ടിയുടെയും ഈ ഒരു സൈഡ് ചെറുതായിട്ടുണ്ട്. ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് എവിടെ ആയിരുന്നു ഓർക്കുന്നില്ല ഗൈസ്. നമ്മുടെ ലിപ്പൊക്കെ വെച്ച് തന്നപ്പോൾ ചെറുക്കാൻ ചെറുത്തായിരുന്നു. പക്ഷേ എന്തോ ചെയ്യാനും കൊണ്ടിട്ട് ഇടിച്ച് കയറ്റി ചെയ്യേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ സുരേഷായിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോൾ വേറെ കുഴപ്പമില്ലെന്ന് നമുക്കെന്നാൽ ഗ്യാരേജിലോട്ട് കയറ്റിയിടാൻ വണ്ടി. ഇപ്പോൾ റിവേഴ്സ് എടുക്കണം. നമ്മുടെ കസിൻ ബ്രദറുണ്ട്, പുള്ളി നാളെ വരും. നാളെ ഇനി നമ്മുടെ കിളിയായിട്ട് അവനായിരിക്കും. അവനും നമ്മളിതാണ് നോക്കുന്നത് വണ്ടി. അപ്പം അവൻ്റെയും എൻ്റെയും കൂടെ പൈസ ഇതാക്കിയാണ് നമ്മളിപ്പോൾ വണ്ടി പുതിയൊരെണ്ണം എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിലേക്കാണ് ഗ്യാരേജ് വന്നിട്ട്. നമുക്ക് നേരെ ഇതിനകത്തോട്ടാണ് കുത്തിക്കയറ്റാം. കറക്റ്റാണ് കേട്ടോ, മണ്ടയൊന്നും തട്ടത്തില്ല. നമ്മുടെ ചോക്ലേറ്റ് തട്ട് ഇല്ല.
അപ്പം ഗ്യാരേജിനകം ബാക്ക് ഇച്ചിരിയേറെ ഇത് മൊത്തം വണ്ടിയുടെ ടയറാണ്. നമ്മുടെ കസിൻ ബ്രദർ കൊണ്ട് കിട്ടിയിട്ടേക്ക് ടയറൊക്കെ കേട്ടോ. പുതിയ ടയറുകളൊന്നും അല്ല, ഷോയ്ക്കെടുത്ത് വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഓഹ് ഗൈസ്, നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു പെട്ടിയുടെ പുറത്ത്. ആ പെട്ടി നമുക്ക് ഇനി അവിടെ നിന്ന് മാറ്റണം, അല്ലേ നമുക്ക് വണ്ടി ഇപ്പുറത്തോട്ട് വേണം. ഇതിനകത്ത് നമുക്ക് പുതിയൊരു വണ്ടി എടുക്കുവാണെങ്കിൽ അത് നമ്മുടെ ഈ വണ്ടി ആ സൈഡിൽ തന്നെ ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിടാം. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ആ ബെൽ ബട്ടനോട് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പുതിയ ചെറുക്കനെയും കൊണ്ട് വന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്നുകൂടെ ഞാൻ പറയാണ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. ഓക്കെ, ബൈ ബൈ.